ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോയിട്ട് വന്നപ്പോഴേ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കൊണ്ടുവന്നപ്പോഴേക്കും വീട്ടിൽ ഓൾറെഡി മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഡയറക്റ്റ് അതെടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. നമ്മൾ ഈ ചിക്കനൊക്കെ മീൻസ് കഷ്ണം വെച്ചിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡയറക്റ്റ് അത് കറി വെക്കുന്നതിനെക്കാട്ടിൽ അല്ലെങ്കിൽ വറുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഹാർഡായിട്ടുള്ള ബോൺസൊക്കെ ഒന്ന് കൂളായി കഴിഞ്ഞ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അത് ഈവനിങ്ങിലാണ് എടുത്തത്. ഈവനിങ് എടുത്ത് അത് ഫുള്ള് നല്ലപോലെ കഴുകിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് ലൂസാവാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പുതിന, കുറച്ച് കുരുമുളക് കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ കറിവേപ്പില, പിന്നെ നാരങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഹിങ് പൗഡർ, നമ്മുടെ കായപ്പൊടിയും, പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ഞാൻ അതെല്ലാം നല്ലപോലെ ഒന്ന് പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാനൊരു 20 മിനിറ്റ്സേ വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഒരു സൈഡിൽ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴേക്കും അടുത്ത സൈഡിൽ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതിനുള്ള ആക്ച്വലി ഞാനത് മറന്നുപോയല്ലോ. എന്തായാലും ടൈറ്റിൽ കണ്ട് കാണാം, നമ്മൾ ചിക്കൻ പൊള്ളിച്ചതാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത സൈഡിൽ സ്റ്റൗവിൽ നമ്മൾ കുറച്ച് വലിയൊരു ഉരുളി വെച്ചിട്ട് നമ്മളതിൽ കുറച്ച് എണ്ണ, പിന്നെ കുറച്ച് സവാള, പിന്നെ കുറച്ച് തക്കാളി, കൊച്ചുള്ളി കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യം വറക്കാൻ ഈ ചിക്കന് പുരട്ടാൻ എടുത്ത് വെച്ച പേസ്റ്റ് ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയേ മിക്സ് ചെയ്ത് ഒന്ന് വേവാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ലെഗ് പീസ് വെച്ചത് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കി ചെറിയ പീസുകൂടെ എടുത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചിക്കനിൽ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് കാരണം നല്ലപോലെ കുക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അധികം തീയുള്ള സ്റ്റൗവിലോട്ട് എടുത്ത് അതും വെച്ചു. ഈ വഴറ്റാനുള്ളതെല്ലാം കൂടെ എടുത്ത് അപ്പുറത്തോട്ടും വെച്ചു. നമുക്ക് എല്ലാം ഒന്ന് സവാളയും തക്കാളിയും കൊച്ചുള്ളിയും ആ പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കായപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയല്ല, കുരുമുളക് പൊടി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയ, നമ്മുടെ പട്ട ഗ്രാമ്പുമൊക്കെ ആദ്യം തന്നെ എണ്ണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞ് പിന്നെ നമുക്കിതേ നമ്മുടെ ഇല വാട്ടി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്, ഇല വാട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പൊള്ളിച്ചെടുക്കാൻ പൊതിയായിട്ട് നമുക്ക് ഇലയിൽ വാഴയിൽ അത് റെഡിയാക്കാം. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളുടെ 2 പേർക്കും ലെഗ് പീസാണ്. അപ്പം അതിനുള്ള കുറച്ച് ഗ്രേവി ഇട്ടിട്ടുള്ളൂ. അവർ അധികം ഗ്രേവി കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 ലെഗ് പീസും വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ഗ്രേവി ഒഴിച്ച് വെച്ചിട്ട് നമ്മളത് കെട്ടി വെക്കുവാണേ. എനിക്ക് വീഡിയോ എടുക്കാനും അത് പൊതി കെട്ടാനും കൂടെ പറ്റത്തില്ല, പൊള്ളിക്കാനുള്ളത്. അതുകൊണ്ട് ഹസ്ബൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇടുന്ന പുള്ളിക്കാരനാണ്. അതുപോലെ പൊതി കെട്ടി തന്നെ, ഈ പൊതിയാണെങ്കിൽ ഇത് ശരിക്കും കെട്ടാൻ അറിയത്തില്ല, പുള്ളിക്കാരൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ചിക്കൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ കറിയാണ് വെക്കുന്നത്. കൊണ്ടുവരുമ്പോൾ ഡയറക്റ്റ് കുക്ക് ചെയ്യുക. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മീനുള്ളതുകൊണ്ടാണ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാൻ പറ്റി. അതുപോലെ ഒരു വെറൈറ്റി ഐറ്റം കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ വൈകിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പൊതി കെട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കന് നമ്മൾ 2 kg കൊണ്ടുവന്നതിൽ ഒരു 1 kg ശകലം കൂടെ നമ്മൾ എടുത്തുള്ളൂ. കാരണം രാത്രിക്ക് മാത്രം മതി. പിറ്റേ ദിവസത്തേക്കിന് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ രാത്രി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെറ്റൂടെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തുകൂടെ ഗ്രേവി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇറക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗ്രേവിയും കൂടെ അതിലോട്ട് മുകളിലോട്ട് ഇട്ട് വെച്ചിട്ട് കെട്ടി പൊതിയാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്നിട്ട് ഞാൻ ആദ്യം കറിവേപ്പിലയാണ് എടുത്ത് വെച്ചത്. പക്ഷേ കറിവേപ്പില എടുത്ത് മാറ്റി കഴിഞ്ഞ് പിന്നെ സവാള ഇട്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളത് പൊതി കെട്ടി. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അതിലോട്ട് തന്നെ നമ്മൾ ഈ പൊതി കെട്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുക. പൊള്ളിച്ചെടുക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഈ വലിയ പൊതി കെട്ടാൻ കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട്, കാരണം ഇല നമ്മൾ എടുത്തതെല്ലാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ കീറിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേളിലും താഴെയൊക്കെ കീറാത്തണം വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു 3 കെട്ട് വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മൾ അത് എണ്ണയിലോട്ട് ഇട്ടത്. എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം സൈഡോടെ നമ്മൾ ഇടണമല്ലോ.
അപ്പോൾ അതാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ വലിയ പൊതി നല്ല രീതിയിൽ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പം പൊട്ടിയത് അതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, എണ്ണയ്ക്കകത്തോട്ടെല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇല എടുക്കുമ്പോൾ നമ്മൾ കീറാതെ വലിയ സൈസ് അധികം വെക്കുന്നുണ്ടെങ്കിൽ വലിയ സൈസ് തന്നെ നോക്കിയെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊള്ളിച്ചെടുത്ത ചിക്കന് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പൊള്ളിച്ചെടുത്ത ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 2 പൊതി തുറന്ന് നോക്കാവേ. കാരണം ഇതിപ്പം വെറൈറ്റി ആയിട്ടുള്ള സാധനം ആണ് വീട്ടിൽ. കാരണം നമ്മൾ ഫസ്റ്റായിട്ടാണ് ഈ പൊള്ളിച്ചെടുത്ത ചിക്കൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരാണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എന്താണ് അതിൻ്റെ അകത്ത് പൊതിക്കകത്തുനിന്നുള്ളത് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊതി തുറക്കുവാണേ. ഫസ്റ്റ് നമ്മൾ ലെഗ് പീസ് തന്നെയാണ് തുറക്കുന്നത്. അപ്പോൾ 2 പേർക്ക് ചിക്കൻ നല്ലപോലെ പൊള്ളിച്ചെടുത്ത ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. 2 പേരും ഉമ്മയൊക്കെ തന്നു. അതുപോലെ ഇങ്ങനെ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 പേർക്കും ലെഗ് പീസ് മതി. എപ്പോഴാണേലും ലെഗ് പീസിന് വഴക്കാം 2 പേരും കൂടെ. ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവളധികം കഴിക്കത്തില്ല, എന്നാലും അവളായിരിക്കും ആദ്യം വഴക്കുണ്ടാക്കുന്നത്. നമ്മുടെ വലിയ പൊതിയും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. വലിയ പൊതിയിൽ എനിക്കറിയില്ല, നമ്മൾ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സവാളയൊക്കെ തുറന്നപ്പോഴേക്ക് അത് വലിയ ഗ്രേവി ഒന്നും കാണാനായിട്ടില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോ അല്ലാതെ പച്ച സവാള നമ്മൾ മുകളിലോട്ട് ഇട്ടുകൊണ്ടാണോ അതിൻ്റെ ഒരു ഇതാണോ, അത് പിടിച്ചെടുത്തതാണോ, അതോ എണ്ണയിലോട്ട് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊതി, അപ്പോൾ അങ്ങനെ പോയതാണെന്നൊന്നും അറിയില്ല. പക്ഷെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരിക്കും ടാറ്റാ ബൈ.